Welcome to MAPRA YouTube News. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സഭ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ രംഗത്ത്. ക്രൈസ്തവരും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ സർക്കാരിന്റെ നയങ്ങൾ വിലയിരുത്തി മാത്രം വോട്ട് രേഖപ്പെടുത്താൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. പ്രധാന വിമർശനങ്ങൾ: മുനമ്പം വിഷയം, കോശി കമ്മീഷൻ റിപ്പോർട്ട്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80-20 അനുപാതം, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ അധിനിവേശ ശ്രമങ്ങൾ, ഭിന്നശേഷി വിഷയത്തിലെ ഇരട്ടനീതി, മലയോര കർഷകർ EWS സംവരണം എന്നിവയാണ്. ക്രൈസ്തവരെ സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തവർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടതെന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രീണന രാഷ്ട്രീയത്തിനെതിരെയും സഭ മുന്നറിയിപ്പ് നൽകി. വിശ്വാസികൾക്കുള്ള നിർദ്ദേശം: ക്രൈസ്തവരെ സംരക്ഷിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്തവർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡം വിശദീകരിക്കുന്നത് ഇങ്ങനെ: കഴിഞ്ഞ 5 വർഷങ്ങളിൽ മതം നോക്കിയൊന്നും വേണ്ട, ക്രൈസ്തവർ ഉയർത്തിയ തികച്ചും നീതിപൂർവകമായ ആവശ്യങ്ങളോട് ആരൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നത് നോക്കിയായിരിക്കണം. പ്രീണന രാഷ്ട്രീയം: അധികാരമോഹികൾ, നിക്ഷിപ്ത താൽപര്യക്കാർ, നീതിപൂർവകമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യമില്ലാത്തവർ, പ്രീണനത്തിന്റെ വിലകെട്ട രാഷ്ട്രീയം ശീലമാക്കിയവർ എന്നിവരെയെല്ലാം വിലയിരുത്താനുള്ള സമയമാണെന്നും സഭ വ്യക്തമാക്കി. ഇതൊന്നും ചിന്തിക്കാതെ ഏതെങ്കിലും മുന്നണിയുടെ രാഷ്ട്രീയ നന്ദിയുടെ കീഴെ കഴുത്തുവെക്കാനാണ് ഭാവമെങ്കിൽ ആ ചിന്തയില്ലായ്മയ്ക്ക് നാം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പും നൽകുന്നു. ഓരോ വോട്ടും അമൂല്യമാണെന്നും പാഴാക്കിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടിവരുമെന്നും മതേതര രാജ്യമായ ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പൗരനുണ്ടെന്നും പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നു. Thank you.